പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോഗ്രഫി ജോലി ചെയ്ത വീഡിയോഗ്രാഫർമാർക്ക് വേതനം അനുവദിക്കാത്തതിലും കരാർ ദുർവ്യാഖ്യാനം ചെയ്ത ഉദ്യോഗസ്ഥ നടപടികൾക്കെതിരെയും പ്രതിഷേധം. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി എത്തിയത്. കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് കാൽനടയായി ആരംഭിച്ച പ്രതിഷേധ ധർണ കളക്ട്രേറ്റിലെത്തിയപ്പോൾ CITU ജില്ലാ പ്രസിഡന്റ് R. രാമു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറിമാരായ ഹക്കിം മണ്ണാർക്കാട്, YS ബിനുകുമാർ, ജില്ലാ സെക്രട്ടറി ലിബിൻ ജോൺ, പ്രകാശ്, പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നേതാക്കൾ കളക്ടറെ കണ്ട് ചർച്ച നടത്തി. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വിജയം വരെയും സമരം ചെയ്യും. ഞങ്ങൾ നിങ്ങളെ അടിമകളല്ല. ഇൻക്ലാബ് സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. വളരെ ന്യായമായ മിതമായ അവരുടെ ആവശ്യം. ഏപ്രിൽ 26-നായിരുന്നു തെരഞ്ഞെടുപ്പ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. 5 മാസം പിന്നിടുന്നു. ഈ വീഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ പരമസാധുക്കളാണ്. 5 മാസത്തിന് മുന്നേ 10-40 ദിവസക്കാലം രാവിലെ മുതൽ അവർ നമ്മളെയൊക്കെയാണ് എടുക്കുന്നത്. ഈ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവർ എടുക്കുന്നവർ. എന്ത് ചെയ്യുന്നു? കുഴപ്പം കാണിക്കുന്നുണ്ടോ? ബോർഡ് എവിടെയാണ് വെച്ചിട്ടുള്ളത്? അവങ്ങളെ കൊണ്ട് ലഭിക്കുക. എന്തെങ്കിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതൊക്കെ വീഡിയോയിൽ പകർത്തി ഭാവിയിൽ നമുക്കെതിരായി, അത് ഇടതുപക്ഷത്തിനെതിരായി എന്തെങ്കിലും കാട്ടിക്കൂട്ടാമോ എന്നൊരു പരിശോധന ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നാം കണ്ടുകൊള്ളണം. ഞാനുമായൊരു സംഘർഷം ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ആരൊക്കെയാണ്? അതിൻ്റെ RO, കളക്ടർ, IAS IPS ആണ്. ഇവിടെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രവർത്തകനായിരുന്നു ഞാൻ. അതിൻ്റെ RO ഛത്തീസ്ഗഡിലും അവിടെയുള്ള ഒരാളായിരുന്നു, IAS. അവർക്ക് ഉത്സവകാലമാണ്. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഉത്സവകാലമാണ് തിരഞ്ഞെടുപ്പ്. IAS IPS ഓഫീസർമാർക്ക് കുടുംബസമേതം മാത്രമല്ല വരുന്നത്. ഇതിന് കണക്കൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് ചിലവൊന്നും കണക്കൊന്നുമില്ല. എത്ര വേണം ചിലവഴിക്ക്, ആഡിറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ RO വരുന്നത് കുടുംബസമേതം സ്വന്തക്കാരെ മുഴുവൻ കൊണ്ടുവരികയാണ്. നല്ല പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കേരളത്തിൽ വലിയ പ്രയാസമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വളരെ മര്യാദയ്ക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ ഉത്തർപ്രദേശ് പോലെയോ മധ്യപ്രദേശ് പോലെയോ ഗുജറാത്ത് പോലെയോ ഇവിടെ സംഘർഷങ്ങളും ഇല്ലാത്ത ഒരു മനോഹരമായ തലമാണ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ. ആർക്കും സംശയം വേണ്ട. ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ ബൂത്ത് അട്ടിമറിക്കുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും അട്ടിമറിയുണ്ടോ കേരളത്തിൽ? അങ്ങനെയില്ല. കാരണം എന്താ? കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ തലം അതാണ്. അതുകൊണ്ട് ഈ വരുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർ ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി നടത്താൻ വേണ്ടി വരുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് സുവർണ്ണകാലമാണ് ഈ തെരഞ്ഞെടുപ്പ്. 5 മാസക്കാലമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കൊന്നും ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ല. എത്ര ലക്ഷം കോടിയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവ്? ഇത് എത്ര ലക്ഷം? നമ്മൾ വിസ്മയിച്ചു പോകും. ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾ വിസ്മയിച്ചു പോകും. എത്രയാ അതിൻ്റെ കൊള്ള നടത്തുന്നത്? അപ്പോൾ അതിനൊരു ചെറിയ അംശം പാവപ്പെട്ട വീഡിയോഗ്രാഫേഴ്സ്, ചെറിയ അംശം. ഞാനും കണ്ടൊരു പാവങ്ങൾ രാവിലെ മുതൽ ഉദ്യോഗസ്ഥൻ്റെ പിറകെ കിടക്കണം. അവന് വിടുപിടിയാണ്. അവൻ പറയുന്നതെല്ലാം ഇങ്ങനെ പകർത്തണം, തെല്ലും വിശ്രമമില്ലാതെ. ഒട്ടും വിശ്രമമില്ല. പാവപ്പെട്ട വീഡിയോഗ്രാഫർമാർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കൃത്യമായും ഈ വീഡിയോ ക്യാമറയുമായി ഇതെല്ലാം പകർത്തി കൊടുക്കണം, മനോഹരമായി പകർത്തി കൊടുക്കണം. CDT-ആണ് ഇത് എടുത്തിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഈ കോൺട്രാക്ട് CDT കൊടുക്കേണ്ട ഇടനിലക്കാരനാവേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ല സംഘടനയില്ല, യൂണിയനുകളുണ്ട്. യൂണിയനുമായി വെച്ചാൽ പോലെ, അല്ലെങ്കിൽ നിങ്ങളുമായി കരാർ വെച്ചാൽ പോലെ. എന്തിനാ ഇടനിലക്കാരനെതിനാ? അത് മാന്യമായ കൂലിയല്ല. ഇവർ പറഞ്ഞു കേട്ടപ്പോൾ മാന്യമായ കൂലിയല്ല വെച്ചിരിക്കുന്നത്. 24 മണിക്കൂറും വിശ്രമമില്ലാതെ വിശ്രമരഹിതമായ പാവപ്പെട്ട ഈ വീഡിയോഗ്രാഫർമാർ ഉറക്കവും ഊണും ഒക്കെ ത്യജിച്ച് വീട്ടിലും പോകാതെ വല്ലാതെ വേദനയും ത്യാഗവും സഹിച്ചുകൊണ്ടാണ് ഈ 40 ദിവസക്കാലം തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടെ ഇടപെട്ടത്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം കളക്ട്രേറ്റ് ധർണയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനാധാരമായ വിഷയം, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ച വീഡിയോഗ്രാഫർമാർക്ക്
അതിൻ്റെ വേതനം ഇതുവരെയും ലഭ്യമാക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ളത്. കേവലം സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ട് കൃത്യമായി CDTയുമായി വെച്ചിട്ടുള്ള കരാറിൽ ലംഘനം നടത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് തുക അനുവദിക്കുന്നതിൽ സാങ്കേതികത്വം പറഞ്ഞ് അവരുടെ തുക വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 20% തുകയാണ് അത്തരത്തിൽ വെട്ടിക്കുറച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട തുകയിൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തിയിട്ടുള്ളത്. ഈ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ കളക്ടറെ കാണുകയും മുഴുവൻ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഗൂഢാലോചനകളും അതേപോലെ തന്നെ ഇതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങളുമൊക്കെ വിശദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബിനാമികളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ വീഡിയോ എടുക്കാനറിയാത്ത ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൻ്റെ സമയപരിധി കൂട്ടിവെച്ചുകൊണ്ടും തൊഴിലിൻ്റെ വർക്കിൻ്റെ എണ്ണം കൂട്ടിവെച്ചുകൊണ്ടും നിരവധിയായ അഴിമതികളാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ നടത്തിയതിൻ്റെ ഭാഗമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും അത് അന്വേഷണത്തിൽ ബോധ്യമാവുകയും 2 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുള്ളതായ ഒരു സംഭവം ഈ തിരുവനന്തപുരം കളക്ടറേറ്റിൽ തന്നെയുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് ഞങ്ങൾ തൊഴിലാളികളുടെ വിഷമങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് പോലും നല്ല രീതിയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഓണമുണ്ണാനും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഞങ്ങൾക്ക് കഴിയാതെ വന്ന ഞങ്ങളുടെ സങ്കടാവസ്ഥ, തൊഴിലാളികളുടെ സങ്കടാവസ്ഥ അറിയിച്ചപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടാമെന്നും അടുത്ത 10-ാം തീയതിക്കുള്ളിൽ ഇതിനൊരു പരിഹാരമുണ്ടാകും എന്ന ഒരു അറിയിപ്പാണ് കളക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളത് വിശ്വസിക്കുകയാണ്. 10-ാം തീയതി വരെ ഞങ്ങൾ കാത്തു നിൽക്കും. അത് കഴിഞ്ഞും ഇത്തരത്തിൽ തന്നെ തൊഴിലാളികളുടെ തുക നൽകാതെ വൈകിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെങ്കിൽ അതിനെതിരെ CITയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനാടിസ്ഥാനത്തിലും അതുപോലെ തന്നെ CITയുവിനെ മുഴുവൻ യൂണിയനുകളുടെയും പിന്തുണയോടുകൂടി നല്ല ഒരു ബഹുജന മുന്നേറ്റമായി ഒരു സമരം സംഘടിപ്പിക്കാൻ കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ തയ്യാറാവും എന്നുകൂടിയാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്.